ചലച്ചിത്രകാരൻ സംവിധായകനും നടൻ കൂടിയായ ശ്രീ മധുപാൽ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. സ്വാഗതം ശ്രീ മധുപാൽ. MDയുടെ വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തും സാഹിത്യ ലോകത്തും ഉണ്ടാക്കി വെച്ച വിടവ് അത് അടുത്ത കാലത്തൊന്നും അത് നികത്താനാവില്ല എന്ന് അറിയാം. ഇവിടെ നടൻ ശ്രീ കൃഷ്ണപ്രസാദ് പറഞ്ഞതുപോലെ MD എഴുതി വെക്കുന്ന തിരക്കഥയിൽ എല്ലാം ഉണ്ടാകും, സംവിധായകന് ഒന്നും കൂട്ടിച്ചേർക്കേണ്ടി വരില്ല. അത്തരത്തിലുള്ള തിരക്കഥാകൃത്തുക്കൾ ഇല്ലാതാവുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് തീരാ നഷ്ടം തന്നെയല്ലേ ശ്രീ മധുപാൽ? ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ MT തിരക്കഥകൾ എഴുതുമ്പോൾ പരിപൂർണമായിട്ട് ആദ്യമധ്യാന്തം അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ഓടിക്കഴിഞ്ഞതിന് ശേഷം കൃത്യമായ അളവോടുകൂടി തന്നെയാണ് MT എല്ലാ തിരക്കഥകളും എഴുതിയിട്ടുള്ളത്. 5 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും വരെ ചില സിനിമകളുടെ തിരക്കഥകൾ എഴുതി തീർത്തിട്ടുണ്ട്. അതിലെല്ലാം അത് എഴുതാനുള്ള അത്രയും 5 ദിവസം കൊണ്ട് അത് എഴുതി തീർക്കാൻ പറ്റുന്നുവെങ്കിൽ അത്രമേൽ പുള്ളിക്ക് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ആ ഭാഷയോട്, ദൃശ്യഭാഷയോടുള്ള അടുപ്പവും ദൃശ്യഭാഷയിലുള്ള കരുത്തും തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കണ്ട സിനിമകളിലെല്ലാം വളരെ ചെറിയ ഒരു പ്ലോട്ടിൽ നിന്ന് പോലും വലിയ കഥകൾ ഉണ്ടാക്കി. താഴ്വാരം പോലൊരു സിനിമ, അതുപോലെ ഉത്തരം പോലെ ഒരു സിനിമ, ഇതൊക്കെ എത്ര മഹത്തരമായ രീതിയിലാണ് അതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതങ്ങൾ തോന്നിയിട്ടുണ്ടല്ലോ. അമൃതഗമയെ പോലൊരു സിനിമ എല്ലാ സിനിമകളിലും വളരെ കൃത്യമായിട്ടൊരു ലിറ്റററി ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാഹിത്യത്തെ മറികടന്നുകൊണ്ട്, സാഹിത്യത്തെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട്, സാഹിത്യം പറയുന്ന വെറും സാഹിത്യം മാത്രമല്ല പറയുന്നതെന്ന് ബോധത്തോടുകൂടി സിനിമ എന്ന ഭാഷയ്ക്ക്, സിനിമയുടെ ഒരു ഭാഷ ദൃശ്യഭാഷയാണ്, ആ ദൃശ്യത്തിലേക്ക് സിനിമകളെ കൊണ്ടുപോകുന്ന ഒരു ശ്രമം എല്ലാ തിരക്കഥകളിലും ചെയ്തിട്ടുണ്ടല്ലോ. അത് ആദ്യത്തെ മുറപ്പെണ്ണ് മുതൽ, കാരണം മുറപ്പെണ്ണ് അദ്ദേഹത്തിന്റെ ഒരു കഥയുടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ മുറപ്പെണ്ണിന്റെ മുതൽ ഈ 7ാമത്തെ വരെയുള്ള ഈ രീതി 2 സിനിമകൾ, അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ചെയ്ത സിനിമകളിലെല്ലാം ഈ പറയുന്ന രീതിയിലോട്ട് ഒരു കൃത്യമായ അളവ് എന്ന രീതിയിൽ, കൃത്യമായ രീതിയിൽ ദൃശ്യം ഉപയോഗിച്ചുകൊണ്ട് സിനിമ ചെയ്തിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സിനിമ ഇതിന്റെ സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും ഇത് എങ്ങനെയാണ് പറയേണ്ടത്, ഇത് പറയുമ്പോൾ ഏത് രീതിയിലാണ് പ്രേക്ഷകൻ അവരുടെ മനസ്സിലേക്ക് ഇത് എടുക്കുക. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു എഴുത്തുണ്ടല്ലോ, ആ എഴുത്ത് MTയുടെ എല്ലാ കൃതികളിലും ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് വെറുതെ ഒരു ഭാഷ കൊണ്ട് മാത്രം സിനിമ ഉണ്ടാക്കുകയല്ല, അതിൻ്റെ ഒരു കൾച്ചറുണ്ട്, അതിൻ്റെ ഒരു ജീവിതമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പ്രയത്നം അദ്ദേഹത്തിന്റെ തിരക്കഥകളിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഒരു സാധാരണ മട്ടിലുള്ള ഒരു എഴുത്തുകാരന് സാധ്യമാകുന്നതല്ല. അസാമാന്യമായ കരുത്തുള്ള, അസാമാന്യമായ കഴിവുള്ള, അസാമാന്യമായ ഭാവനയുള്ള ഒരു എഴുത്തുകാരന് മാത്രം സാധിക്കുന്ന ഒരു കർമ്മമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ മധുപാൽ, അദ്ദേഹത്തിന് അസാമാന്യമായ, അങ്ങ് പറഞ്ഞതുപോലെ അസാമാന്യമായ ചങ്കൂറ്റവും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വടക്കൻ വീരഗാഥകളിൽ മലയാളികൾ പറഞ്ഞു പഠിച്ച കഥ അതല്ല എന്ന് പറഞ്ഞ് കൃത്യമായി രേഖപ്പെടുത്താൻ, വടക്കൻ വീരഗാഥ പോലുള്ള ഒരു കഥയിലൂടെ അത് ചതിയൻ ചന്തു അല്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ മലയാളത്തിൽ ഇന്നേ വരെ ആരും കാണിക്കാത്ത തൻ്റെ ഇടം MD കാണിച്ചിട്ടുണ്ടല്ലോ ശ്രീ മധുപാൽ. വടക്കൻ വീരഗാഥ മാത്രമല്ല, അതിനേക്കാൾ മനോഹരമായിട്ട് ആലോചിക്കേണ്ട വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ ഒരു ഫോക്ലോറിൽ നിന്നും ഒരു സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാക്കുന്ന സാധനത്തെ തന്നെക്കാളും മഹത്തരമായ ലെവലിലുള്ള എപ്പിക് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ സിനിമയിൽ നിന്നൊക്കെ വിട്ടുകഴിഞ്ഞാൽ നോവലിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മനുഷ്യനാക്കി മാറ്റിക്കൊണ്ട് 2ാം കഥാപാത്രങ്ങൾ മുഴുവൻ മനുഷ്യത്വം പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരിധി വരെ നമ്മൾ പറയും പലപ്പോഴും ഈ മഹാഭാരതത്തിലെ കഥകൾ ദൈവികമുള്ളവരാണ്, ദൈവികത്വമുള്ളവരാണെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത് മനുഷ്യന്റെ കഥയാണ്, മനുഷ്യ കഥാനുവായികയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കൊണ്ടുപോയ ഒരു എഴുത്തുണ്ടായിട്ടുണ്ട്. അതൊരു അസാമാന്യമായ ചങ്കൂറ്റമാണ് സാധാരണ മട്ടിൽ ഒരാൾക്ക് കഴിയുന്നത്. കാരണം നമ്മൾ അതുവരെ കേട്ടതും കണ്ടതും വായിച്ചതുമായ രീതിയിലല്ലാത്ത രീതിയിലുള്ള ഒരു 2ാം ഊഴം, ഒരു ഭീമനെ ചിത്രീകരിക്കാനും ഭീമനെ നിർമ്മിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ആ കഴിവുണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കഥകളിൽ നിന്നും ഇതെല്ലാം മനുഷ്യന്റെ കഥയാണ് ഞാൻ പറയുന്നത്, ഈ നാടിന്റെ കഥയാണ്, സംസ്കാരത്തിന്റെ കഥയാണ്, ജീവിതത്തിന്റെ കഥയാണ് ഇത് ഞാൻ പറയുന്നത് എന്നുള്ള ബോധം ഉണ്ടാക്കുന്നത്. അത് വെറും ഭാവന കൊണ്ട് മാത്രം സാധ്യമല്ല. കാരണം അത്രമേൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻസ് MTക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ നിലപാട് അദ്ദേഹം എടുക്കുന്നത് എന്നുള്ളത് കൂടി പറയേണ്ടി വരും. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ എപ്പിക് കൃതികളിൽ നിന്നും ഒരു നോവൽ ഉണ്ടാക്കുമ്പോൾ, ഞാനതിന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, PK ബാലകൃഷ്ണന്റെ ഉണ്ടായിരുന്നത് പ്രതിഭ റായ് ചെയ്തിട്ടുണ്ട് ദ്രൗപദി, ശിവാജ് സാവന്ത് കർണൻ എന്ന് പറയുന്ന കൃതി, ഇതൊക്കെ മാറി നിന്നുകൊണ്ട് അതിനകത്തൊക്കെ എവിടെയൊക്കെ ചില സമയങ്ങളിൽ മനുഷ്യന് അപ്പുറത്തേക്ക് ദൈവികത്വമുള്ള ഒരു ഔന്നത്യമുള്ള ലെവലിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇത് മനുഷ്യനെയാണ് ഞാൻ എൻ്റെ കഥകളിൽ പറഞ്ഞ മനുഷ്യന്റെ കഥയാണ് ഞാൻ
വായനക്കാരോട് പറയുന്നത് എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ മനുഷ്യകഥാനുകയായ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ ഒരു പണ്ട് ഈ നിഴലാട്ടം പോലെയുള്ള സിനിമകള്, ഈ നഗരമേ നന്ദി പോലുള്ള സിനിമകൾ, ഇതൊക്കെ അദ്ദേഹം ചെയ്തപ്പോഴൊക്കെ ഈ എങ്ങനെയാണ് ഒരു വില്ലേജിൽ നിന്നും നഗരത്തിലേക്ക് എത്തുമ്പോൾ നഗരം എങ്ങനെയാണ് ഗ്രാമീണരെ സ്വീകരിക്കുന്നത് എന്ന് പറയുന്ന നഗരമേ നന്ദി ചെയ്തിട്ടുണ്ട്. അപ്പം കാരണം മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുക. അമൃതകമ്മയെ ആലോചിച്ച് നോക്കൂ. അമൃതകമ്മയെ പോലൊരു സിനിമ മനുഷ്യത്വമുള്ള കഥകൾ എഴുതിയത് കൊണ്ട് തന്നെയാണ് മലയാളികൾ ആ സിനിമകളെല്ലാം അവരുടെ സ്വന്തം കഥകളാക്കി മാറ്റിയതും അവർ ആ സിനിമകളെ സ്വീകരിച്ചതും. വളരെയധികം നന്ദി ശ്രീ മധുപാൽ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.